താമരശ്ശേരിയിൽ ദമ്പതികളെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു ശ്രമം നടന്നിരിക്കുന്നു. ദമ്പതിമാരെ ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റിയ ശേഷം ഭാര്യയെ വഴിയിൽ ഇറക്കിവിടുകയും ഭർത്താവുമായി അക്രമി സംഘം കടന്നുകളയുകയുമാണ് ഉണ്ടായത്. പരപ്പൻപൊയിൽ സ്വദേശി ഷാഫി, ഭാര്യ സെനിയ എന്നിവരെയാണ് ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഇപ്പോൾ സെനിയയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. സെനിയയുടെ വാക്കുകളിലേക്ക്. ഒരു സൗണ്ട് കേട്ട് ഞാൻ കൊല്ലയിലേക്ക് പോയി നോക്കിയിരുന്നു. അപ്പോൾ 4 ആൾക്കാർ അവരെ പിടിച്ച് വലിച്ച് വണ്ടിയിലേക്ക് കയറ്റുണ്ടായി. അപ്പോൾ ഞാനും അനിയൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളോട് അവരെ പിടിച്ച് വലിക്കാൻ നോക്കി. അപ്പോൾ അവരെന്നെയും കൂടി അതിലേക്ക് പിടിച്ചിട്ട് ഡോർ അടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഞാൻ പിന്നെ അവിടേക്ക് ഇറക്കിയിട്ട് ഡോർ അടിച്ചു. മുഖംമൂടി ഉണ്ടായി. ടവലുകൊണ്ട് കെട്ടിയാണ്. ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കേട്ടത്. അതായത് ഭാര്യയെ വഴിയിൽ ഇറക്കി വിട്ട് ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ഇതിന് പിന്നിൽ സാമ്പത്തിക പരാതികൾ ഉണ്ട്. അതായത് സാമ്പത്തികമായിട്ടുള്ള ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഇത്തരം ഒരു തട്ടിക്കൊണ്ടുപോകൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, ഈ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ഇന്നലെ പരപ്പൻപൊയിലുണ്ടായ ഈ തട്ടിക്കൊണ്ടുപോകൽ എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. അത് കേന്ദ്രീകരിച്ചു തന്നെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഇത്തരം ഒരു സംഭവം നടന്നത്. രാത്രിയിൽ വീട്ടുപരാന്തയിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു ഈ ഷാഫിയും ഒപ്പം തന്നെ പരപ്പൻപൊയിൽ കുറുന്തോട്ടിക്കണ്ടിയിൽ ഷാഫിയും അദ്ദേഹത്തിന്റെ ഭാര്യ സനിയയും. ആ സമയത്താണ് ഈ സംഘം കാറിലെത്തിയ ഒരു സംഘം അക്രമികൾ 2 പേരെയും തട്ടിക്കൊണ്ടുപോയത്. എന്നാൽ ഇവർ ആയുധധാരികളായിരുന്നു. ഈ സമയത്ത്, അതായത് വീട്ടുവരാന്തയിൽ ഇരുവരും ഇരിക്കുന്ന സമയത്ത് മുഖം മറച്ചാണ് ഈ 4 അംഗ സംഘം കാറിലെത്തിയത്. ഇവർ വീട്ടിൽ അതിക്രമിച്ചു കയറി പിന്നീട് ആയുധവും തോക്കും ഉപയോഗിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തിയാണ് ഭാര്യയെയും ഭർത്താവിനെയും ദമ്പതികളെ ഈ കാറിലേക്ക് കയറ്റിയത്. മാത്രമല്ല വീട്ടുമുറ്റത്ത് ഗുണ്ടാ സംഘവുമായി പിടിവിലി നടന്ന ഒരു ലക്ഷണവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് പിസ്റ്റളിന്റെ ഒരു അടർന്നു വീണ ഭാഗം, തോക്കിന്റെ ഒരു അടർന്നു വീണ ഭാഗവും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഷാഫി എന്ന് പറയുന്നത് ദുബായിൽ ബിസിനസ്സുകാരനാണ്. ഇദ്ദേഹം 6 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. പിന്നീട് ഈ അക്രമികൾ ഷാഫിയെയും സനിയെയും തട്ടിക്കൊണ്ടുപോവുകയും അല്പ ദൂരം സഞ്ചരിച്ച ശേഷം സനിയെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിട്ട് പിന്നീട് ഷാഫിയെ തട്ടിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഈ സനിയുടെ കഴുത്തിനും ദേഹത്തുമെല്ലാം പരിക്കേറ്റിട്ടുണ്ട്. ഇവർ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. മാത്രമല്ല മറ്റൊരു വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നത്, 1 മാസം മുൻപ് കൊടുവള്ളി സ്വദേശിയായ ഒരു വ്യക്തിയും മറ്റു 4 പേരും ഷാഫിയുടെ വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. കൊടുവള്ളി സ്വദേശിയായ സാലി എന്ന് പറയുന്ന വ്യക്തിയും മറ്റു 4 പേരുമാണ് അന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് പോലീസ് പറയുന്നു. ഇത് സംബന്ധിച്ച് ഷാഫി എന്ന താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ അന്ന് സാലിയെ ഒഴിവാക്കി കൂടെ ഉണ്ടായിരുന്ന 4 പേരുടെ പേരിൽ നിസാര വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തതെന്ന് ഷാഫിയുടെ ബന്ധുക്കൾ ഒരു ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. ഈ അക്രമത്തെക്കുറിച്ച് സനിയ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. എന്തായാലും സാമ്പത്തിക ഇടപാടുകളാണ് ഇതിനൊരു കാരണമായത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇത് സംബന്ധിച്ച താമരശ്ശേരി പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. ഭദ്ര, ഈ സംഭവത്തിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ അത്തരത്തിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? എന്തായാലും ഈ അന്വേഷണം തുടരുകയാണ് ഭദ്ര. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നീങ്ങിയിട്ടില്ല. മാത്രമല്ല പോലീസ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ്. പോലീസിന് തെളിവായി ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഈ വീട്ടുമുറ്റത്ത് നിന്ന് പിടിവലി നടന്ന ഭാഗത്ത് നിന്നും പിസ്റ്റളിന്റെ ഒരു അടർന്നു വീണ ഭാഗം ലഭിച്ചു എന്നുള്ളത് മാത്രമാണ്. അത് സംബന്ധിച്ച വിശദമായ അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. ഈ നേരത്തെ സെനിയ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ഈ വന്ന അക്രമികൾ ആരും ഷർട്ട് ധരിച്ചിരുന്നില്ല എന്നൊരു സൂചന നൽകിയിരുന്നു. ഒരുപക്ഷെ ഈ തെളിവുകൾ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കുമോ ഇങ്ങനെയുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യം?
തീർച്ചയായും അങ്ങനെ വേണം സംശയിക്കാൻ ഭദ്ര. കാരണം ഈ പ്രതികൾ പ്രധാനമായും മുഖം മൂടിയിരുന്നു, അതായത് ടവൽ ഉപയോഗിച്ച് മുഖം മറച്ചിരുന്നു എന്നാണ് സനിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ 4 അക്രമികൾ ആരും തന്നെ ഷർട്ട് ധരിച്ചിരുന്നില്ല എന്ന് പറയുന്നു. അതായത് ഏറ്റവും എളുപ്പത്തിൽ പ്രതികളിലേക്ക് എത്താതിരിക്കുക എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അപ്പോഴും ചില കാര്യങ്ങൾ അവിടെയുണ്ട്. ചില തെളിവുകൾ വിധി അവശേഷിപ്പിക്കും എന്നൊരു വാക്ക് സൂചിപ്പിക്കും പോലെ ഈ പിടിവലി നടന്ന സ്ഥലത്ത് നിന്നും തോക്കിന്റെ ഒരു അടർന്നു വീണ ഭാഗം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഒപ്പം തന്നെ 1 മാസം മുൻപ് ഈ ഷാഫിയുടെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കിയ ആളുകളെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഷാഫിയെ കണ്ടെത്തേണ്ടതുണ്ട്. അത് സംബന്ധിച്ച അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുന്നത്. ഭദ്ര. ശരി റിയാസ്, താമരശ്ശേരിയിലെ ദമ്പതികളെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത്. ദമ്പതികളെ ബലം പ്രയോഗിച്ചാണ് വാഹനത്തിൽ കയറ്റിയത്. ശേഷം ഭാര്യയെ വഴിയിൽ ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത്. നമുക്കൊന്നുകൂടി ആ ഭാര്യ സെനിയയുടെ വാക്കുകൾ കേൾക്കാം. അവർ ഒരു സൗണ്ട് കേട്ട് ഞങ്ങൾ കൊല്ലയിലേക്ക് പോയി നോക്കിയിരുന്നു. അപ്പോൾ 4 ആൾക്കാർ അവരെ പിടിച്ച് വലിച്ച് വണ്ടിയിലേക്ക് കയറ്റുണ്ടായി. ആ അപ്പോൾ ഞാനും അനിയൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളോട് അവരെ പിടിച്ച് വലിക്കാൻ നോക്കി. അപ്പോൾ അവരെന്നെയും കൂടി അതിലേക്ക് പിടിച്ചിട്ട് ഡോറടിക്കാൻ പറ്റുന്നില്ലേന്. ആ അപ്പോൾ അവർ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഞാൻ പിന്നെ അവിടേക്ക് ഇറക്കിയിട്ട് ഡോറടിച്ച് മുഖംമൂടി ഉണ്ടായി. ടവലുകൊണ്ട് കെട്ടിയാണ്. ഷർട്ടൊന്നും ഇട്ടിട്ടില്ല.